നമുക്ക് സേമിയ പായസം വെച്ച് ഒരു ഫലൂഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണാം. എന്താ അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് കസ്കസ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. സേമിയ ഞാനിവിടെ ഉണ്ടാക്കിയില്ല, അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് പാലും വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയും അത് നല്ലതുപോലെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ സേമിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സേമിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഇവിടെ ഞാൻ സേമിയ ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല. എനിവേ ഞാൻ ഇച്ചിരി ഒന്ന് കാണിച്ചിട്ട് നിർത്തും. കണ്ടോ, സേമിയ. ഇവിടെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ആപ്പിളാണ് എടുത്തത്. മധുരം കുറവുള്ള ആപ്പിളാണ് ഞാൻ മേടിച്ചേക്കുന്നത്. നിങ്ങളൊക്കെ മധുരം കൂടുതലുള്ളതൊക്കെ എടുത്തു, ഞങ്ങൾക്ക് മധുരം കുറവ് മതി, അതുകൊണ്ടാണ് ഞാൻ ചെറിയ എടുത്തത്. പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്യുക. ഓരോരുത്തർ കട്ടിംഗ് ബോർഡിൽ വെച്ചൊക്കെ കട്ട് ചെയ്യുക. എനിക്ക് കട്ടിംഗ് ബോർഡിലൊന്നും വെച്ച് കട്ട് ചെയ്യാനൊന്നും അറിയില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ കേട്ടോ. ഇതുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ആപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴം കൂടെ അരിയാം. ഇനി നമുക്ക് ഈ ഫലൂഡ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ഞാനിന്ന് കാണിച്ചു തരാവേ. കണ്ടല്ലോ, ആപ്പിള്, പഴം, കിസ്മിസും പറങ്കേണ്ടിയും കസ്കസ് ഉണ്ടാക്കി വെച്ചേക്കുന്നു, സേമിയ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ കുറച്ച് സേമിയ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതേണ്ട, കുറച്ച് ആപ്പിൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, കുറച്ച് പഴം, എന്നിട്ട് പിന്നെയും സേമിയ ഇടുക. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് സേമിയ ഇടുന്നു. തണുത്താറിയ സേമിയാണ് ഇടുന്നത്. അതിലേക്ക് പഴം അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നു. കണ്ടോ, എന്നിട്ട് കുറച്ച് സേമിയ, ഒരു ലേശ സേമിയയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ആ ഫ്രൂട്ട്സൊക്കെ നമുക്ക് എന്ത് വേണേലും ചേർക്കാമേ. ആപ്പിൾ അരിഞ്ഞത് വെച്ചു. പിന്നെ നമ്മളൊരു ശകല സേമിയയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ സേമിയ ഇടുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് കസ്കസ് ഇടുന്നു. കിസ്മിസും അണ്ടിപ്പരിപ്പും. ഇത്രയേ ഉള്ളൂ ഫലൂഡ. അപ്പം നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, ഏറ്റവും രുചികരമായ ഒരു സാധനമാണ്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമുക്ക് എന്ത് വേണേലും ചേർക്കാം കേട്ടോ. ഞാൻ ഇത്രയൊക്കെ ചേർക്കുന്നുള്ളൂ. റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് തിന്ന് കാണിക്കാം. എന്താ, നമ്മളിങ്ങനെ ഒന്ന് ഇളക്കണം, എന്നുവെച്ചാൽ എല്ലാം മിക്സ് ആവണ്ടേ. മിക്സായി ഇളക്കി നല്ല കേട്ടോ, സൂപ്പറാ. ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കി തിന്നാം. മധുരമൊന്നും ഒത്തിരി ഇല്ല. ഷുഗറുകാർക്ക് പോലും കഴിക്കാൻ പരുവത്തിലുള്ള സാധനങ്ങളാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. എന്നുവെച്ചാൽ ആപ്പിളായാലും പഴമായാലും എല്ലാം മധുരം കുറഞ്ഞതാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് മധുരം കൂടിപ്പോയി പിന്നെ കഴിക്കാൻ നമ്മൾ ഓൾറെഡി സേമിയ മധുരം ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി തിന്നാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം.